ഇപ്പോൾ ഈ ബി ജെ പിയുടെ ഈ രാജ്യത്തെ ക്രൈസ്തവ സംരക്ഷകരായി ബി ജെ പിയെയാണ് കാണേണ്ടത് എന്ന് ബി ഗോപാലകൃഷ്ണൻ്റെ വാദം ഈ ചർച്ചയിൽ താങ്കൾ കേട്ടല്ലോ. ഞാൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ് എന്ന വാദം താങ്കൾ കേട്ടല്ലോ. മാത്രമല്ല ഇവിടെ ഈ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിലുമൊക്കെ സഭയുമായി ചേർന്ന് നിൽക്കാനും സഭയുടെ ക്രൈസ്തവരുടെ സംരക്ഷകരാകാനും ഒക്കെ ബി ജെ പി ഉണ്ട്. ഈ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ്. അങ്ങനെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ആശ്വാസമാകുന്ന, അവരെ ആനന്ദിപ്പിക്കുന്ന, അവരെ ആകർഷിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യങ്ങൾ ഇവിടെ ബി ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിൽ വിശദീകരിച്ചു. അത് അവരുടെ നയവും നിലപാടുമാണെന്ന് നമുക്കറിയാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്ന് ദീപികയിലെ മുഖപ്രസംഗത്തിലെ ഒരു വാചകമാണ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. അത് ആ വാചകം ഇങ്ങനെയാണ്, താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഇപ്പോൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്ഷേപങ്ങൾ മറ്റേതെങ്കിലും ഒരു സമുദായത്തെ പ്രീതിപ്പെടുത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണോ എന്നും സംശയിക്കണം എന്നൊരു വാചകം ഈ മുഖപ്രസംഗത്തിലുണ്ട്. അതായത് ബി ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് മുസ്ലിം വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി മനഃപൂർവ്വം ഇകഴ്ത്തിക്കാട്ടാൻ നോക്കുന്നു ഈ സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട അംഗം എന്ന് ആത്മാർത്ഥമായും സഭ കരുതുന്നുണ്ടെന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ ഖേദപ്രകടനം കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ ഈ അകൽച്ചയും പ്രശ്നങ്ങളും. താങ്കൾ എങ്ങനെ കാണുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? ഈ അനാവശ്യമായ പദങ്ങൾ അസ്ഥാനത്ത് ഉപയോഗിച്ച് കുഴപ്പത്തിലാകുന്ന സ്വഭാവം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി സജി ചെറിയാന് കുറേ കാലമായുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം ചില വാക്കുകൾ പിൻവലിച്ചു. ആ വാക്കുകൾ പിൻവലിച്ചതുകൊണ്ട് മാത്രം തീരുന്നതല്ല ഈ പ്രശ്നം എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം സജി ചെറിയാൻ ഉദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ ഉദ്ദേശിക്കാതെയാണോ യാദൃശ്ചികമായാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിലൂടെ വളരെ കാതലായ മറ്റൊരു വിഷയം ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. അത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗത്തിൽ നിന്ന് ഉദ്ധരിച്ച ആ ഒരു വാചകമുണ്ടല്ലോ, അതിലൊക്കെ അടങ്ങിയിരിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ട ബി ജെ പി വക്താവ് ഗോപാലകൃഷ്ണൻ്റെ വാക്കുകളിൽ ഉൾക്കൊള്ളുന്നതും എല്ലാം ഒരേ കാര്യം തന്നെയാണ്. അത് ഇത്രയേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു കൂട്ടരെ തള്ളിക്കൊണ്ട് മറ്റവരെ സ്വീകരിക്കാം. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം കേരളത്തിൽ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ മുസ്ലിം സമുദായത്തെ മാർക്സിസ്റ്റ് പാർട്ടി പ്രകടിപ്പിക്കുന്നു എന്ന ആക്ഷേപമാണ് ഗോപാലകൃഷ്ണനൊക്കെ ഉന്നയിക്കുന്നത്. അതിൻ്റെ ശരിയിലേക്കും തെറ്റിലേക്കും ഞാൻ പോകുന്നില്ല. പക്ഷെ അതിനുവേണ്ടി ക്രൈസ്തവ സമൂഹത്തെ പരിഹസിക്കുക, അവഹേളിക്കുക, ആക്ഷേപിക്കുക, അവരെ കൈവിടുക, അങ്ങനെ ഒരു നയം CPM ഉള്ളതായി എനിക്ക് സജി ചെറിയാൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് ഊഹിച്ചെടുക്കാനും കഴിയില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയങ്ങളൊക്കെ കേരളത്തിലുണ്ട്. ആ രാഷ്ട്രീയ സമവാക്യങ്ങൾ തെറ്റിക്കുന്നതിന് അതികഠിനമായി പരിശ്രമിക്കുന്ന പാർട്ടിയാണ് BJP. ഇവിടെ നിർഭാഗ്യവശാൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതെൻ്റെ ധാരണാശക്തിയുടെ പോരായ്മ കൊണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും പൂർണ്ണമായും നമുക്ക് ഉൾക്കൊള്ളുന്നതിനോ മനസ്സിലാക്കുന്നതിനോ അംഗീകരിക്കുന്നതിനോ കഴിയുന്ന കാര്യങ്ങളല്ല. ഇവിടെ സജി ചെറിയാൻ വളരെ അദ്ദേഹത്തിൻ്റെതായ സ്വതസിദ്ധമായ ആ ഭാഷയിൽ അദ്ദേഹം അങ്ങനെയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ഭരണഘടനയെ സംബന്ധിച്ചാണെങ്കിലും മറിയക്കുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഏത് കാര്യം വന്നാലും അദ്ദേഹത്തിൻ്റെതായ ശൈലിയുണ്ട്. ആ ശൈലി നമുക്ക് സ്വീകാര്യമാകണമെന്നില്ല. എനിക്കേതായാലും സ്വീകാര്യമല്ല, പൊതുസമൂഹത്തിനും സ്വീകാര്യമല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയപ്പോൾ അതിലൂടെ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ചർച്ച ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കാത്തതും ഇഷ്ടപ്പെടാത്തതും ചർച്ച ചെയ്താൽ അപകടമുളവാക്കുന്നതുമായ ഒരു മേഖലയിലേക്ക് നമ്മെ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തെ സജി ചെറിയാൻ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അല്ല, അവിടെയാണ് ഞാനും ചോദിക്കുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ആ നിലയ്ക്ക് ക്രൈസ്തവ സഭകളും ഈ BJP പറയുന്ന ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ടെന്നാണോ നമ്മൾ ഈ ദീപികയിലെ മുഖപ്രസംഗത്തിൽ ഈ വരിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് ഇത് ബോധപൂർവം ചില രാഷ്ട്രീയ വോട്ട് ബാങ്ക് ഉദ്ദേശത്തോടു കൂടി നടത്തിയ പരാമർശങ്ങളാണ്, പ്രസ്താവനകളാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ക്രൈസ്തവരെയും മുസ്ലിം വിഭാഗത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ സംരക്ഷകരായി നിൽക്കുന്നത് ഞങ്ങളാണെന്ന BJPയുടെ അവകാശവാദത്തെയൊക്കെ അവർ ശരിവെച്ചു കൊടുക്കുന്നുണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ?
അത് ദീപികയുടെ മുഖപ്രസംഗത്തിൽ നിന്ന് ആ ഒരു വാചകം മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത്. ആ മുഖപ്രസംഗത്തിൻ്റെ പൊതുവായ ഒരു ടോൺ. എന്തിന് ഇന്നത്തെ മുഖപ്രസംഗം മാത്രമല്ലല്ലോ, ദീപിക ഇത്തരം വിഷയങ്ങളിൽ, സമാനമായ വിഷയങ്ങളിൽ പലപ്പോഴായി എഴുതിക്കൊണ്ടിരിക്കുന്ന മുഖപ്രസംഗങ്ങൾ, അവരുടെ നിലപാട്, അത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടായി നമുക്ക് കാണേണ്ടി വരും. കാരണം ദീപിക പത്രം എന്നത് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ഒരു മുഖപത്രം എന്ന നിലയ്ക്ക് നമ്മൾ അതിനെ കാണേണ്ടതാണ്. അവിടെയാണ് ദീപിക പറയുന്ന ആ കാര്യങ്ങൾ ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്ന ആ അവസ്ഥയുമായി എത്ര മനോഹരമായി ചേർന്ന് പോകുന്നു എന്ന് നോക്കുക. അവിടെ കാണുന്നത് ഇതാ CPM, മാർക്സിസ്റ്റ് പാർട്ടി, പിണറായി വിജയൻ ഞങ്ങളെ, ക്രൈസ്തവരെ കൈവിട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് എവിടെയാണ് പിന്നെ ആലംബമുള്ളത്? ആ ആലംബം ആണ് ഇപ്പോൾ BJP-യിൽ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ സൗഹൃദ മനോഭാവം കാണിച്ചത്, ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത് എന്നൊക്കെയുള്ള വ്യാഖ്യാനമൊക്കെയാണ് ദീപികയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വളരെ ലളിതമായി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതും ഗോപാലകൃഷ്ണൻ ഭംഗ്യന്തരേണ പറഞ്ഞതുമായ ആ കാര്യമുണ്ട്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നം, തെരഞ്ഞെടുപ്പ് സംബന്ധമായ രാഷ്ട്രീയ പ്രശ്നം, കേരളത്തിലെ രണ്ട് പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളെ, മതവിഭാഗങ്ങളെ, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് ഒരു മുന്നണിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നതാണ് ചോദ്യം.